മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ മൂലം ജീവിതം താറുമാറായവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് സങ്കീർണമായ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ഇതിനെ ഓവർകം ചെയ്യാൻ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിലൊന്നാമത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ വേദന അംഗീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടായ വേദനയും ദുഃഖവും അംഗീകരിക്കുക. ഇത് സ്വാഭാവികമാണ്. അതിനാൽ ഈ വികാരങ്ങളെ നിഷേധിക്കാതെ നേരിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. ഇനി രണ്ടാമത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ വികാരങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത്. അതായത് വിശ്വസനീയരായ സുഹൃത്തുക്കളുമായിട്ടോ കുടുംബാംഗങ്ങളുമായിട്ടോ നിങ്ങളുടെ വികാരങ്ങൾ പങ്കിടുക. ഇത് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുകയും അതുപോലെ തന്നെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു വികാരങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ അത് വിശ്വസനീയരായിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രമായിരിക്കണം. അടുത്ത പോയിന്റ് സ്വയം പരിചിന്തനം നടത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങൾ നിങ്ങൾ വിശകലനം ചെയ്യുക. ഇതിലൂടെ ഭാവിയിൽ സമാനമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. അടുത്തത് പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. മുമ്പുണ്ടായ നഷ്ടങ്ങൾക്കപ്പുറം പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അവ നേടാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകും. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യകരമായ ശീലങ്ങൾ സ്വീകരിക്കുക. അതായത് നിയന്ത്രിതമായിട്ടുള്ള വ്യായാമങ്ങൾ, ആരോഗ്യകരമായ ഭക്ഷണം, മതിയായ ഉറക്കം എന്നിവ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ശരീരവും മനസ്സും ആരോഗ്യവാനാവാൻ സഹായിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിദഗ്ധരുടെ സഹായം ആവശ്യമാണെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുക എന്നുള്ളതാണ്. ആവശ്യമായ പക്ഷം നിങ്ങൾ കൗൺസിലർമാരുടെയോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകളുടെയോ സഹായം തേടുക. അവർ പ്രശ്നങ്ങൾ നേരിടാൻ പ്രായോഗികമായ മാർഗങ്ങൾ നിർദ്ദേശിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ക്ഷമിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. അതായത് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ ശ്രമിക്കുക. ക്ഷമിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും നൽകും. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതായത് പുതിയ പുതിയ ഹോബികൾ പരീക്ഷിക്കുക, സമൂഹ സേവനങ്ങളിൽ പങ്കെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് പുതിയ അനുഭവങ്ങൾ നൽകുകയും അതുപോലെ തന്നെ മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനും നമുക്ക് സാധിക്കും. ഇനി അടുത്തത് സ്വയം പ്രചോദനം കണ്ടെത്തുക. അതായത് സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ്. പ്രചോദനാത്മകമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, പ്രഭാഷണങ്ങൾ കേൾക്കുക. ഇതൊക്കെ നമുക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഓക്കെ, നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ 10ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സഹനശീലവും സ്ഥിരതയും വികസിപ്പിക്കുക എന്നുള്ളതാണ്. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ സഹനവും സ്ഥിരതയും ആവശ്യമാണ്. ഓരോ ദിവസവും ഒരു പുതിയ അവസരമായിട്ട് കാണുക. ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയിച്ചവരുടെ കഥകൾ പ്രചോദനമായി ഉപയോഗിക്കുക. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് വിജയികൾ. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.